അല്ലെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് ചോദിച്ചറിയാമായിരുന്നു, ഇതെന്താണ് എങ്ങനെയാണെന്നുള്ള. ഇതിൻ്റെ അപ്പുറം മേഘാലയാണ്, ഇതിൻ്റെ അപ്പുറം ദ്വീപ്, ആ ദ്വീപിൻ്റെ അപ്പുറം മേഘാലയ, അങ്ങനെയാണ് ഇപ്പോൾ സംഗതി. അപ്പോൾ തോട്ടമാണെന്ന് കേട്ടോ. സുഹൃത്തുക്കളെ നമസ്കാരം, അസ്സലാമു അലൈക്കും. എന്താ പാട്, സാറല്ലേ? അങ്ങനെ നമ്മൾ ഈ തണുപ്പത്തു നിന്നൊക്കെ പോകുന്ന വെസ്റ്റ് ബംഗാൾക്ക് തന്നെ ചാടി. ഇന്നലെ സഹിക്കാൻ പറ്റില്ല, എന്തായാലും ഞാനകത്തെ അവസ്ഥ അമ്മാതിരി ചൂടേനു. ഇപ്പോൾ ദാ നമ്മൾ ടെൻറ്റ് കെട്ടിവിടുന്ന് ഇങ്ങനെ പോകുന്നത് കണ്ടേ, കുളിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിക്കും. ഒരു പെട്രോൾ പമ്പിലാണ്, ഇവിടെ കുളിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അങ്ങനെ അതിൻ്റെ ഇതിലിങ്ങനെ നിൽക്കണേ. അപ്പോൾ നമ്മളിന്ന് നമ്മൾ വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞ് ആസാമുക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ നോമ്പ് പെരുന്നാൾ സമയം അധികം ആസാം അല്ലെങ്കിൽ മേഘാലയ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അധികം ആ റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ഉറപ്പിച്ചിരുന്നത് മേഘാലയ ആവണം എന്നായിരുന്നു, ഷിലോങ് അല്ലെങ്കിൽ മേഘാലയ ഭാഗത്തേക്ക്. നമ്മൾ ഓട്ടോ യാത്ര എനിക്ക് തോന്നുന്നു എത്ര ദിവസമായെന്ന് അറിയില്ല, 40-45 ദിവസമായി കഴിഞ്ഞ് തോന്നുന്നുണ്ട്. തുടർന്നു കൊണ്ടേ ഇരിക്കണം, എല്ലാം കൊണ്ടും അൽഹംദുലില്ലാഹ് ഹാപ്പി ആയിട്ട് പോകണു. നിങ്ങൾ നമ്മളെ കൂടെ തന്നെ സഞ്ചരിച്ചോളുക. നമ്മൾ പുതിയ ഫാമിലിയിലോട്ട് വന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക. നമുക്കൊന്ന് കുളിക്കണം. രാവിലെ തന്നെ കുളിച്ചാൽ എന്താ പറയുക, അന്നത്തെ ദിവസം ഒരു ഭയങ്കര ഉന്മേഷകരം, നമ്മളെല്ലാം നമുക്കൊരു ഭയങ്കര ഒരു പമ്പിങ് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ അധികം കഴിയണതും. പിന്നെ ചില ഓരോ സാഹചര്യങ്ങളാണ്, കുളിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം, കുളിക്കാൻ പറ്റാത്തത് ഉണ്ടാവാം. കാരണം ഓരോ സ്ഥലത്ത് ചിലപ്പോൾ അതിനൊന്നും ആപ്റ്റായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് കിട്ടുമ്പോൾ യാത്രയിൽ ഇപ്പോൾ നിങ്ങളൊക്കെ യാത്ര പോകണമെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള നമ്മളൊരു അനുഭവം വെച്ചിട്ടുള്ളത് പറയുകയാണെങ്കിൽ, ദീർഘയാത്ര 2 ദിവസം 3 ദിവസം യാത്ര, ദീർഘയാത്രയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയണത് ഏറ്റവും നന്നായിട്ട് ഉറക്കം കിട്ടുക, എന്നിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതായത് ഇതിനല്ല യാത്ര പോണത്, നിങ്ങൾ ഉദ്ദേശിക്കും ഇതിനപ്പോൾ യാത്ര പോകണത്. പക്ഷേ ഈ 2 സംഗതികൾ ഈ യാത്രയിൽ നടപ്പിലായാൽ മാത്രമേ നമ്മളെ യാത്ര ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പറഞ്ഞ യാത്ര എൻജോയ്മെൻറ്റ്, സ്ഥലങ്ങൾ കാണുക, അനുഭവങ്ങൾ മനസ്സിലോട്ട് പതിപ്പിക്കുക, ശരീരത്തിലോട്ട് പതിപ്പിക്കുക, ഇങ്ങനത്തെ സംഗതികൾ നമുക്ക് ഏറ്റവും ഫ്ലുവൻ്റായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഉറങ്ങാൻ കഴിയണം, ഏറ്റവും നന്നായിട്ട് ഫുഡ് കഴിച്ചു കൊള്ളണം. എന്നാൽ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, നമുക്ക് നല്ല എനർജി ഉണ്ടാവും. ഒരു കുന്നും മലയും കയറാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഗ്രാമങ്ങളോട് സഞ്ചരിക്കാനും വെയിൽ കൊള്ളണം വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ നോമ്പിനൊക്കെ രാത്രി നമ്മൾ 2 നേരം നല്ല ഫുഡ് കഴിക്കണം, നല്ല കുടിവെള്ളം കുടിക്കണം, നന്നായിട്ട് നമ്മൾ ഉറങ്ങണം. ടെൻറ്റിലാണെങ്കിലും വേർപെട്ടിട്ട് ഉറങ്ങണം. അതുകൊണ്ടാണ് നമ്മൾ നോമ്പിന് പോലും നമുക്ക് ഈ ഒരു യാത്ര ഇത്ര സ്മൂത്തായിട്ട് പോകണം. നമുക്ക് കഴിയണ ഇത്രയും വെയിലത്ത് കൂടെ നമ്മൾ യാത്ര പോകണത്. നാട്ടിൽ അമ്മ ചൂടാന്ന് പറഞ്ഞാൽ അതേ ചൂട് വെടിയുണ്ട്. പക്ഷേ നാട്ടിൽ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വരെ പല ആൾക്കാർ കൊണ്ട് കഴിയില്ല. ആ സമയത്ത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ റീസൺ നമ്മൾ ഈ ഒരു ഫുഡിങ്ങും ടെൻറ്റിങ്ങും അത്ര അടിപൊളിയായിട്ട് പോകണമെന്നുണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ശ്രദ്ധിക്കുക. പോണവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തേ ഉള്ളൂ. നമുക്ക് യാത്ര അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര ആരംഭിച്ചിട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു എൻഡിങ്ങിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ ബീഹാർ ആ ബീഹാറല്ല, അത് വെസ്റ്റ് ബംഗാളിലൊരു ചെറിയ ടൗണാണ് കുച്ച് ബിഹാർ എന്ന് പറഞ്ഞിട്ട്. ആ കുച്ച് ബിഹാർ വഴി നമ്മൾ ആസാമിലോട്ട് കയറും. ഇന്ന് നമ്മൾ ആസാമിലായിരിക്കും ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. ഇത് NH ആണ് സംഭവം, പക്ഷേ 1 വേ അല്ല, ചെറുകിട NH, പക്ഷേ ഗ്രാമം തന്നെയാണ് 2 സൈഡും. പാടും കാര്യങ്ങളൊക്കെ അതിലുള്ള ഗ്രാമീണ അന്തരീക്ഷമാണ്, നൈസാണ് സംഭവം. ഇങ്ങനെ നമ്മളെ യാത്ര നോർത്ത് ഈസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് പോവുക ആസാമിൽ നിന്ന് മേഘാലയ കേട്ടോ. ഇവിടെയൊക്കെ ചൂടിങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നോർമൽ ചൂടുണ്ട്. എന്നാലും നമ്മളെ സംബന്ധിച്ച് തണുപ്പിലേറെ നമുക്കിഷ്ടം ചൂടാണ്. തണുപ്പാണ് നമുക്ക് സഹിക്കാൻ കഴിയാത്തത്. ചൂടെന്താ വെച്ചാൽ പകൽ സഹിച്ചാൽ മതി, രാത്രി എന്തായാലും നൈസ് തണുപ്പ് തന്നെ ആവും. തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മിഞ്ഞാന്നൊക്കെ വിണ്ട് കയറിയതിന് മനസ്സിലാണ്. എന്നാൽ നമ്മൾ കോട്ട് സൂട്ടൊന്നും നമ്മൾക്ക് ഇല്ല, കഴിഞ്ഞ് വാങ്ങും നമ്മൾ ഇൻഷാ അല്ലാഹ്. നമ്മളെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇപ്പോൾ പോണ വഴിയിൽ ഇങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുക. അപ്പോൾ നല്ലൊരു രസമുള്ള പരിപാടി കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയതാണ്. മീൻപിടുത്തം നോക്കി, ചെറിയൊരു കനാല് മാതിരി സ്ഥലം ഇറങ്ങി നോക്കുക. ഹെവി പിടുത്തത്തിലാട്ടോ. അവിടെ പിന്നെ നോമ്പും ഒന്നൊരു വിഷയമല്ല തോന്നുന്നുണ്ട്. എന്തൊക്കെയോ സാധനങ്ങൾ. ഇതാണ് റോഡ് ഉണ്ടല്ലേ. തോട്ടയാണ് കേട്ടോ. പിടുത്തം നല്ല നല്ല രസമുള്ള സ്ഥലങ്ങളാണ്.
മീനുണ്ട്, മച്ചപ്പും. ആ അതാണ് ചോട്ടിപ്പിടുത്തം. ഇത് മറ്റേ ഐറ്റംസ് ചോട്ടിപ്പിടുത്തം. വലയുണ്ട് കേട്ടോ, വല ഇതാക്കണേ. കുറേ ആൾക്കാരുണ്ട് അവിടെയും ഇവിടെയൊക്കെ പിടിക്കുന്നുണ്ട്. അവിടെയൊക്കെ ആയില്ല സംഭവം. പോയി നോക്കാം അവിടെ കിട്ടിയത് എന്തെങ്കിലും ഉണ്ടോ, മീനുകൾ എന്താ അവസ്ഥ എന്നുള്ള. മിച്ചിലി കിട്ടിയിട്ടില്ല കേട്ടോ. കയറണതാ അയ്യവാ. നമ്മളീ പുഴയിലൊക്കെ കയറണ മാതിരി ഇനി തപ്പാണ്. ഇറങ്ങിയതിൻ്റെ ശേഷമാണ് തപ്പണേ. നോമ്പൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി വെക്കാണ് കേട്ടോ. നല്ല ചൂടത്ത് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്നാണ്ടല്ലോ. പശുക്കൾ ഒരു ഭാഗത്ത് മെയിന്. मिसली भाई मिसली അതിൻ്റെ വിചാരം നമുക്കല്ല ഇന്ത്യ അറിയാന്നാ. നമ്മളെ ഓട്ടോറിക്ഷ ഒക്കെ നോക്കി ഇവിടെ കിട്ടണില്ല കേട്ടോ. എവിടെയും കിട്ടണ എവിടെയും കണ്ടിട്ടില്ല. ഇവിടുത്തെ മണ്ണെന്നെ നോക്കിയാള് ചട്ടിയും കാലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മണ്ണ. ഈ മണ്ണിൽ എന്തും വിളയും, എന്ത് പച്ചക്കറി ഉണ്ടാക്കാം ഇവിടെ. ഫ്രൂട്ട്സ് മജാതി മണ്ണാണ്. സാധനമൊന്നും കിട്ടണത് കാണില്ല. പോയോക്കാം നമുക്ക്. സുഹൃത്തുക്കളെ, നമ്മളെ വെസ്റ്റ് ബംഗാളിനോട് വിട പറഞ്ഞ് ആസാം കയറിയിട്ട് ആസാം സ്റ്റേറ്റ് കയറി ആസാം സ്റ്റേറ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം നമ്മൾ ഉൾ റോഡൊന്നും വല്ലാതെ കയറിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ വെസ്റ്റ് ബംഗാളിലെ ഗ്രാമങ്ങൾ തന്നെ നമ്മൾ ഒരുപാട് കാണിച്ചു തന്നാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് ഒരുപാട് കാണിച്ചു. അപ്പോൾ അത് വെസ്റ്റ് ബംഗാളിനോട് ചാരിയിട്ട് നമ്മൾ കയറിയിട്ടേ ഉള്ളൂ ആസാമൊക്കെ. അതായത് വെസ്റ്റ് ബംഗാളിനോട് ചാരിയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 10-20-30 കിലോമീറ്ററൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ കൾച്ചറലി മാറ്റങ്ങളൊന്നുമില്ല, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇനി കുറച്ചുകൂടെ കഴിയണം ആസാമിൻ്റെ ഭംഗി കാണണം എന്നുണ്ടെങ്കിൽ. നിലവിലുണ്ടില്ലേ നെൽകൃഷികളും ആലു, അതായത് നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷികളും അതൊക്കെ തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് നമ്മുടെ ഉൾഭാഗത്തിലൊക്കെ കയറിയിട്ട് ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒന്നുമില്ല. പക്ഷെ നമ്മൾ 2 ദിവസം കൊണ്ട് കുറച്ച് ലോങ് എത്തും. പിന്നെ അതുപോലെ നമ്മൾ നാളെ മറ്റന്നാളായിട്ട് നമ്മൾ മേഘാലയ റൂട്ട് കയറും. പിന്നെ നമ്മൾ ആസാം ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക തിരിച്ച് വരുന്ന വഴി മേഘാലയ അങ്ങനെ റൗണ്ട് അടിച്ച് വന്നിട്ട് അരുണാചൽ പ്രദേശിൽ നിന്ന് വീണ്ടും നമ്മൾ ആസാം കയറും. അപ്പോഴാണ് നമ്മൾ ആസാം ഒരു 4, 5, 6 ഒരാഴ്ചയോളം നമ്മൾ ആസാമിലുണ്ടാവും. ഇപ്പം നമ്മൾ ഒരു ദിവസം 2 ദിവസം മാക്സിമം ഉണ്ടാവുള്ളൂ. പക്ഷേ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബ്രോ നല്ല ക്ഷീണത്തിലാണ് ഇന്നലെ. നല്ല ഉറക്കമുണ്ട്. ജാബിയാണ് വണ്ടി ഓടിക്കണത്. ഇത് NH ആണ് നമ്മൾ, പക്ഷേ സിംഗിൾ റോഡാണ് പറഞ്ഞ പോലെ. സിംഗിൾ റോഡാണ്. ചെമ്മരിയാട് കണ്ടിട്ട് അതിപ്പോൾ ഒരു ആസാമിൽ നിന്ന് ഇവിടെ ഈ റൂട്ടിൽ കണ്ടത്. ചെമ്മരിയാട് തന്നെയല്ലേ? ചെമ്മരിയാട് തന്നെ. അവിടെ ഇവിടെ കയറി ചെമ്മരിയാടുകളുണ്ട്. ഇവിടുത്തെ ഒരു പ്രകൃതി ആടിൻ്റെ നേച്ചർ ചെമ്മരിയാട് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാകുക. കൂടുതലായിട്ടൊന്നും കണ്ടില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ കണ്ടില്ല. നെൽവയലുകൾ ആസാമെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു. നമ്മളിങ്ങനെ പോകുമ്പോൾ ആസാം എല്ലാം എക്സ്പ്ലോർ ചെയ്യണില്ല. പക്ഷെ നമ്മൾ മേഘാലയ റൂട്ടാണ് പോണത്. ഇനിയിപ്പോൾ ഒരു നദി വരുന്നുണ്ട്, അവിടെ നിന്നൊരു ജങ്കാർ വഴി നമ്മൾ ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് കയറുള്ള വരുമല്ലോ. പക്ഷെ അതിന് മുന്നേ ഒരു ചെറിയ നെയ്സ് കാഴ്ച കണ്ടപ്പോൾ ഇതൊരു പാടാണ്, ഇത് പോയൊന്നല്ല. പക്ഷെ പാടത്ത് തോണി ഇറക്കി നോക്കി നമുക്കൊന്ന് പോയി നോക്കുക. ഇവിടുത്തെ മണ്ണുകളൊക്കെ നോക്കി, ഒരു പ്രത്യേക തരം മണൽ ടൈപ്പ് മണ്ണ്. ഇവിടെ എന്തോ ഒരു ബിൽഡിങ് പൊന്തിച്ചുള്ള പരിപാടിയാണ്. അതിൻ്റെ മണ്ണ് നോക്കി, അങ്ങനെ ഇവിടുത്തെ മണ്ണ്. അതിൻ്റെ ലെങ്ക് ഉണ്ടായിപ്പോൾ ഇങ്ങനെ ഓരോ ലെങ്കൽ നോക്കി തോണി. അതായത് ഇത് പുഴയല്ലത്, സാധാ ചെറുകിട പാടം. ആ പാടത്തൊക്കെ ഇവിടെ തോണിയുണ്ട്.
മൂപ്പര് മീൻ പിടിക്കണേ, വല ഇട്ട് നോക്കി. അതായത് മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ ഇത് തന്നെ. മൂപ്പര് ചെറിയൊരു വഞ്ചിയുണ്ട്, ഇവിടെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരനാണ്. അപ്പോൾ മൂപ്പര് അന്നന്നൊക്കെയുള്ള വീട്ടിലേക്കുള്ള രാത്രി ഫുഡിനുള്ള മീനാണ് പിടിക്കണത് കേട്ടോ. വേറെ ടീംസ് ഉണ്ട് കേട്ടോ അവിടെതാ. അവരവരെ വീട്ടിലേക്കുള്ള മീനാണ് പിടിക്കണത്. മീൻ കിട്ടീനാവോ. ഇവിടെ വേറൊരു പരിപാടി ഉണ്ട്. ഇതിപ്പോൾ എന്താ നോക്കിയാണി, എന്താല്ലേ പുല്ല്. നമ്മളവിടെ ഗജാതിരി പുല്ല് കാണണമെന്നുണ്ടെങ്കിൽ എവിടം വരെ പുല്ല് പതിപ്പിച്ചേണ്ടി വരും. ഇങ്ങനത്തെ ഒരു പുല്ലേ കാണണമെന്നുണ്ടെങ്കിൽ. നല്ല വെയിലാണ്. അവിടെ നോക്കണം, എന്തോ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. താറാവുകളുണ്ട്, പാറാവാളൊക്കെ. അയ്യോ ആകണ മൂപ്പര് വരുന്നു. അവിടെ ഇതാക്കണ ഒരാൾ. ചതുപ്പാണിത്, പാടത്തിലെ ചതുപ്പാണ് സംഭവം. നമ്മളെ ഓട്ടോറിക്ഷ ഇവിടെ ആകണം. നമ്മളെ ഓട്ടോറിക്ഷ കണ്ടല്ലേ അവിടെ അങ്ങ് നിർത്തിയിട്ടിരിക്കുകയാണ്. പറവളക്കി ഇതൊക്കെ ദുബ്രി എന്ന് പറഞ്ഞ ദുബ്രി എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റാണിത്. ഇതൊക്കെ ആസാമിൻ്റെ ഒരു എൻഡാണിത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്രഹ്മപുത്ര നദി, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഐലൻഡ്, അത് കഴിഞ്ഞാൽ മേഘാലയ. അങ്ങനെയാണ് ഇത് വരേണ്ടത്. നമ്മൾ വെസ്റ്റ് ബംഗാളിൽ നേരെ കയറിയിട്ട് ആസാമിൻ്റെ ഒരു അരുവ് കൂടെ ഉണ്ട് പോണത്. പോയൊക്കെ നമുക്ക് നമ്മളിപ്പോൾ ഉള്ളതേ ഇതാണ് നമ്മളെ ബ്രഹ്മപുത്ര നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിലൊരു നദിയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ നമ്മളെ. അതായത് ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം കാണുന്നില്ല. പക്ഷെ സംഭവം നമുക്ക് ചെറിയൊരു പാളി നമ്മളിപ്പോൾ ഇതിൻ്റെ അപ്പുറം മേഘാലയാണ്. ഇതിനപ്പുറം ദ്വീപ്, ആ ദ്വീപിൻ്റെ അപ്പുറം മേഘാലയ. അങ്ങനെയാണ് ഇപ്പോൾ സംഗതി. അപ്പോൾ പിന്നെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട്, ഫെരിയിൽ പോയാൽ മതി പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇവർ പറഞ്ഞു ഫെരി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുള്ള് ഇവിടുത്തെ മണ്ണൊക്കെ നോക്കി ഞങ്ങൾ ഇവരോടെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇവരിപ്പോൾ പറയണത് ഫെരി ഉണ്ട് സംഭവം. ഫെരി എന്ന് ഉദ്ദേശിച്ചത് തന്നെ നമ്മളെ ഈ ഇതുണ്ടാവുമല്ലോ അപ്പുറത്തേക്ക് കിടക്കണ ജങ്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജങ്കാർ 2 തോണിയെ കൂട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞത് ബൈക്കേ ഫെരിയിൽ പോവുള്ളൂ, ജങ്കാറിൽ പോവുള്ളൂ, ഓട്ടോറിക്ഷ പോവില്ല എന്ന് പറഞ്ഞു. മീൻപിടുത്തം ഉണ്ട് കേട്ടോ, മീൻപിടുത്തം ഉണ്ട്, ടൂറിസം ഉണ്ട്, ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. ഇത് ഭയങ്കര ഫേമസ് അല്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു നോക്കി അതിനെ പറ്റി, ബ്രഹ്മപുത്ര നദിനെ പറ്റി സോഷ്യൽ SS കോണി ഇതാക്കണം തോണ്ട് മേലെ കയറാൻ. എന്തായാലും ഇവിടുന്ന് പിന്നെ തിരിച്ച് പോകണം. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, നമ്മളൊരു 6 കിലോമീറ്റർ പോന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് തന്നെ പോകണം നമ്മൾ. തിരിച്ച് ഇനിയിപ്പോൾ ചിറ്റണം, കിടന്നിട്ട് ആസാം ചിറ്റണം, റൗണ്ട് അടിച്ചണം. ഇതാണ് അവസ്ഥ. ഇവരിപ്പോൾ എങ്ങനെയാണ് പറയണത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എങ്ങനെ ആ നദിക്ക് കുറുകെ പാലമില്ലാത്തതുകൊണ്ടേ അവിടുന്ന് പോന്ന് ഇനി ഗുവാഹത്തി വഴി ആ റൂട്ടിലൂടെ നമ്മൾ ഇനി മേഘാലയ കയറണം. പിന്നെ അത് പോണ വൈക്കല്ലേ നമ്മൾ ചൂളൻ്റെ കമ്പനി കണ്ടു, ഇഷ്ടിക ഉണ്ടാക്കുന്ന കമ്പനി. ആസാമിൽ ഒരുപാട്, ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇഷ്ടിക ഉണ്ടാക്കുന്ന കമ്പനിയുള്ള തന്നെ ഒരു സ്റ്റേറ്റ് ആസാമാണ്. അത് നിരന്തരം പിന്നെ മീറ്ററിൻ്റെ കമ്പനി എന്ന് പറഞ്ഞ പോലെയാണ്. കണ്ടില്ലേ ഉണ്ടാക്കി വെച്ചാണ്. അതിന് കോട്ടിങ്ങൊക്കെ കൊടുത്തുകാണ്ട് പെയിൻ്റ് അടിക്കാത്തതാണ് ഉള്ളത്തത്. അതിനൊരു പെയിൻ്റല്ല, ഒരു കളറിങ് പരിപാടി ഉണ്ട്. കണ്ടില്ലേ 2 തരം കട്ടകൾ കേട്ടോ. ഇത് കട്ട കൊണ്ടുവരാനുള്ള വണ്ടികളാണ്. ചൂളുണ്ടാക്കണം. അതിൻ്റെ ഓരോ സെക്ഷൻസ് നമ്മളിങ്ങനെ കാണിച്ചു തരാം. നമ്മൾ പരിമിതമായ അറിവ് വെച്ചിട്ടാണ് ഇതാ അതിൻ്റെ മെറ്റലോക്കി കട്ട ചാക്കിൽ ലോഡാക്കുക കേട്ടോ. അതായത് അവിടെ ഈ പുക പൊന്തിന് മൊത്തം ഓരോ കമ്പനികളാണ്. ശരിയായോ? ആ പുക പൊന്തിന് ഇതൊന്ന് ഇപ്പുറത്ത് താക്കണോ, ഇവിടെ താക്കണ്, അവിടെ താക്കണ്, അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ പോവാണ്. കമ്പനി ആയിട്ട് അങ്ങനെ പോവാണ്. അല്ലേ? ഇതാണ് ചൂളുണ്ടാക്കണതിന് മെയിൻ ഇതാണ്. ഇതാ ചാക്ക് കണക്കിന് ഇവിടുന്ന് കരിമണൽ ലോഡാക്കിയിട്ട് കൊണ്ടുപോവാണ്. കയറി വെക്കാം നമുക്ക്.
ഇതാണ് ഇതിൻ്റെ ടോപ്പ് ഭാഗട്ടോ. അല്ലാ ഒരു KGF തന്നെ ചാമേ ആള് വീണ വരുന്ന ഒരു KGF തന്നെ. ഇതിൻ്റെ കറക്റ്റ് വലിയൊരു എനർജി ഇല്ല കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത്, സംസാരമൊന്നും വലിയൊരു ഫ്ലുവൻ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം വൈകുന്നേരം 5 മണി കട്ട വെയിൽ, ഓരോരുത്തരോരോ വർക്കിലാണ്. കുടിച്ചിനോക്കി സിമെൻറ്റും മണലും പാടെ തേച്ച് കാണ്ടേ ചുമര് തേക്കണം. ഇതാണ് ഇവിടുത്തെ തേപ്പ്. കണ്ടില്ലേ? കട്ടിക്ക് വെച്ച് കാണ്ടേ അയ്യവാ കത്തിച്ചാൻ വേണ്ടി സെറ്റാക്കി വെച്ച് നോക്കി ചൂടാക്കാൻ വേണ്ടിയിട്ട്. ചൂള അവിടെ നോക്കണം, ചൂള അതിലൊക്കെ പൊന്തുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ള നമുക്ക് ചോദിക്കാൻ നമ്മളിപ്പോൾ ഇബ്രുള്ളു ഓൻ അവിടെ വണ്ടിയിലാണ് ക്ഷീണമായിട്ട് അവിടെ ഇരിക്കുകയാണ്, പോരുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ നിർബന്ധിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചോദിച്ചറിയാമായിരുന്നു ഇതെന്താണ് എങ്ങനെയാണെന്നുള്ള. ഓ ഇതൊക്കെ നല്ല ചൂടുണ്ട് കേട്ടോ അടിമക്ക്. ഇവിടെ എന്താ കുയ്യുത്തി കാണാൻ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഓ നിൽക്കാൻ കയ്യിലോ കട്ട ചൂട്. ഒക്കെ ലോഡാക്കി ഇവിടെ വെക്കുന്നുണ്ട്. ഈ സാധനം ചൂടാക്കലാണ് ഫസ്റ്റ് ഇതിൻ്റെ പരിപാടി. ആ ചൂടാക്കണതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഈ ചൂടാക്കിയതിൻ്റെ ഒരു അംശം മണ്ണും കൂട്ടി ലയിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഈ സംഗതി ഉണ്ടാക്കുന്നത്. ആയ കട്ടകൾ നോക്കി അവിടെ നിന്നെടുത്ത് ലോഡാക്കി പുറത്ത് കൊണ്ടുപോകണം. നിൽക്കാൻ വയ്യ ചെങ്കാളെ, പോയി നോക്കല്ല നമുക്ക്. ചെങ്കാളെ നമ്മളെ വണ്ടി സൈഡാക്കി നല്ലൊരു കിടിലം പ്രദേശം നോമ്പ് തുറക്കാനുള്ള പരിപാടികൾ ഇങ്ങനെ സെറ്റാക്കി കൊണ്ട് നിൽക്കുകയാണ്. ഇബ്രതാക്കണോ ഫുള്ള് സെറ്റപ്പ്. അയ്യവാ പൊരിയും കരിയും മാംഗോ വത്തക്കള്ളം ഇന്ന് രണ്ടൈറ്റം ചക്കരുട്ടായി ഉണ്ട് കേട്ടന്നേ. ഇവിടുത്തെ വെറൈറ്റി ചക്കരുട്ടായി ഉണ്ടല്ലേ? ചക്കരുട്ടായിക്ക് ഇവിടുത്തെ ഐറ്റംസാണ്. പിന്നെ നോമ്പ് തുറക്കുക ബാങ്ക് കൊടുത്തിട്ടേ 5 മിനിറ്റ് ആയിക്കണം. ഒന്ന് നേരം വെക്കിയിട്ട് എൻ്റെ അടിച്ചാൽ ഇല്ല നോമ്പ് തുറക്കുക. അങ്ങനെ നോമ്പ് തുറന്നിട്ടോ. എടാ അന്ന് ഇത് ബാക്കിയാവോ? അത്തക്കള്ളം ഉണ്ട്, മാങ്ങ ഉണ്ട്, ചക്കരുട്ടായി ഉണ്ട്, മിച്ചറുണ്ട്. പൊരിക്കടികളുടെ ടച്ചപ്പാടത് എന്തൊക്കെയാണ് അത്തൊക്കെ താക്കണം ചെത്തി പിടിച്ചിരിക്കണം ഇവിടെ. അതുകൊണ്ട് കുടിച്ചാണ്ടല്ലോ ചൂടല്ലേ. അങ്ങനെ നോമ്പുത്തുറൊക്കെ കഴിഞ്ഞ് കാണ്ടേ നമ്മളിങ്ങനെ ഫുഡടി പരിപാടിയിലാണ്. ഒരു ഭാഗത്ത് ഇതാക്കണു ടെൻ്റടിച്ചു, ബെഡൊക്കെ ഇതാ കൗത്തി മലത്തിട്ടച്ചിക്കണ്. നിബ്രു നമ്മളിപ്പം ഇതിലാണെന്ന് പറഞ്ഞു. കൊതുക് നല്ല കൊതുക് ശല്യമുണ്ട്. ചക്കരുട്ട ഇതാ ഒരു പീസ് കഴിക്കാം. ചോറുണ്ടാക്കി 6 നോക്കി തക്കാളി ഇതാ വെട്ടി കൂട്ടി വെച്ചോണു. ഇതാക്കണോ ചെറുപയർ. മോനെ നല്ല ചക്കരട്ടായി ഓക്കെ. നീ എത്രയോ ദിവസമായി നമ്മൾ യാത്ര തുടങ്ങി ടെൻ്റ് അടിക്കണം. പക്ഷേ ഓരോ ദിവസം നമ്മൾ ടെൻ്റ് അടിക്കുമ്പോഴും ആ രാത്രി ഒരുമിച്ച് നിന്ന് ഫുഡ് അടിക്കുമ്പോഴും അതൊരു ഫ്രഷ്നെസ് ഫീലാണ്. ചെറിയൊരു തണുപ്പും അതൊരു ഭയങ്കര രസമാണ്. ചെറുത്തി കളിച്ച് വർത്താനൊക്കെ പറഞ്ഞു കണ്ടേ. ലൈൻ സെറ്റായി എവിടോ എന്തോ ഒരു തകരാറ് പോലെ. എന്നിട്ട് നമ്മളോട് ധർമ്മസങ്കടത്തിലാണ്. തേങ്ങയാണ്
പയത് കുത്തിപ്പോന്തി ഞാനാ എങ്ങനെയുണ്ട് ഇപ്പുണ്ടോ നോക്കി ചൂട് ഒന്ന് ഊതിക്കളിട്ടോ കൈക്കൊക്കെ ഊതിട്ടപ്പോൾ തന്നെ ഉണ്ട് അത്യാവശ്യത്തിനും അതിനപ്പുറമുള്ളതുണ്ട്. പ്രായത്തിൻ്റെ രാത്രി പ്രത്യേക വയ്പ്പാണ്. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി. ചെറുപ്പയറും ഫുള്ള് സെറ്റ്. നമ്മളെ LP സ്കൂളിൽ കിട്ടും. LP സ്കൂളിൽ തന്നെ അല്ലേ ഞാൻ ചെറുപ്പയറും കറി 8 ക്ലാസ് വരെ. ഇപ്പം അതൊക്കെ മാറി വന്നിട്ടുണ്ടല്ലേ? ചെറുപ്പയറും കറി അല്ലേ ഇപ്പം മാറിക്കണം. പക്ഷെ ആ ചെറുപ്പയറും കറിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഏറ്റവും ഞാൻ ആസ്വദിച്ചൊരു കറിയാണത്. അതന്നെ ആ ഒരു ഫീലപ്പം പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു ചെറുപ്പയറുകാരൻ്റെ ലെവലാണ്. കളർ അതല്ലാന്നേ ഉള്ളൂ. അതിൽ പിന്നെ ഇതിടൂലല്ലോ. നമ്മളെ സ്കൂളൊക്കെ അങ്ങനെയാണ് കേട്ടോ, അങ്ങനെ പഠിച്ചു. അതൊരു പൊളിയനു. അമ്മുട്ടിയമ്മ പറഞ്ഞൊരു അമ്മയുണ്ട് ഇനി വെക്കാനായിട്ട്, മരിച്ചു പാവം. അച്ചാർ ഇങ്ങനെ കുറച്ചന് പിടിക്കുക, എന്നിട്ട് നേരെ ചോറ്റിക്കണാക്കുക, അങ്ങനെ കഴിക്കുക. NH വണ്ടി പോണോക്കി ഞാൻ കഴിഞ്ഞ ടെൻറ്റിലാണ് കിടന്നു തുടങ്ങിയുണ്ടല്ലോ. ടെൻറ്റ് ഇങ്ങനെ പുൽമൈതാനത്ത് ഇങ്ങനെ അടിച്ചിരിക്കുകയാണ്. കേട്ടോ